എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കുഞ്ഞിക്കണ്ണൻ്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇത് കേരളത്തിലല്ല ഈ സംഭവം നടന്ന് വേറെ ഏതോ രാജ്യത്താണെന്ന് തോന്നുന്നു. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനല്ല മറ്റാരോ ആണ് എന്ന് സംശയം തോന്നി. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. UAPA തന്നെ വലിയ ദുരുപയോഗമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല UAPA ഉപയോഗിക്കേണ്ടത്. അത് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചെങ്കിലും ബുദ്ധി വേണ്ട. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും നേരെ വെല്ലുവിളികൾ ഉയരുമ്പോഴാണ്. ഈ UAPA ഉണ്ടാക്കിയ ആളുകൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചിദംബരം അതിനകത്ത് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. മാവോയിസ്റ്റ് ലഘുലേഖകൾ കൈവശം വയ്ക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കോടതികളൊക്കെ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ അറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ കേരളം ഭരിക്കുന്നത്. കോഴിക്കോട്ട് കമ്മീഷണറായിട്ടിരിക്കുന്ന ആരാണ്? AV ജോർജ് അല്ലേ? AV ജോർജ് ആരാണ്? തന്നെ ഒരാൾ അന്വേഷിച്ചു. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിക്കുന്നത് മുതൽക്ക് കുപ്രസിദ്ധി തെളിയിച്ച ഒരാളാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പെരുവണ്ണാമൂഴി പെൺവാണിഭ കേസ് എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ സംഭവത്തിൽ കോടികൾ കൈക്കൂലി വാങ്ങിയ കേസ് അട്ടിമറിച്ച ആളാണ്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്ന വരാപ്പുഴ ലോക്കപ്പിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു പെറ്റി കേസിൽ പ്രതിയായിരുന്നില്ല. ആള് മാറി പോലീസ് ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ. അതിൽ സസ്പെൻഷൻ വാങ്ങിച്ച ആളാണ് ജോർജ്. ജോർജിനെ വളരെ പഠിച്ചാണ് സസ്പെൻഡ് ചെയ്തത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. കേരളം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഈ പിണറായി വിജയൻ തന്നെയാണ് ഈ ജോർജിനെ തിരിച്ചെടുത്തത്. പിണറായി വിജയന്റെ ബ്ലൂ ഐഡ് ബോയ് ആയിട്ടുള്ള AV ജോർജ് ആണ്. അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞ കുഞ്ഞിക്കണ്ണൻ. ഞാനല്ല സർ. എന്തിനാ ഈ വൃത്തികെട്ടവനെ, ഈ കൈക്കൂലിക്കാരനെ, ഈ കാപാലികനെ കോഴിക്കോട്ട് കമ്മീഷണറായിട്ട് വെച്ചാൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. പിണറായി വിജയനല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ കുഞ്ഞിക്കണ്ണ. ഇവിടെ വാടാ, ഇവിടെ വരാൻ ഇവർ ഈ പറയുന്നൊക്കെ നേരാണോ? ഈ ചാനൽ കാണുന്ന ആളുകളൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാരെ പോലെ മണ്ടന്മാരാണെന്ന് വിചാരിക്കും. പാർട്ടി ക്ലാസ്സിൽ ഇത് വ്യാഖ്യാനിച്ചാൽ ആളുകൾ വിശ്വസിക്കും. പക്ഷെ ജനങ്ങൾ മുഴുവനും മണ്ടന്മാരല്ല. കേരളത്തിലെ 3.5 കോടി ആളുകൾക്ക് ചിന്താശക്തി ഉള്ളവരാണ്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ട് ഈ മാതിരി വായ്പിട്ട് അടിച്ച ആളുകളെ പറ്റിക്കാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആർജവത്തോട് തുറന്നു പറയൂ, AV ജോർജിനെ കമ്മീഷണർ ആക്കിയതാരാണ്? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? 15 മിനിറ്റിനകത്ത് ഈ ചെറുപ്പക്കാരെ മോചിപ്പിക്കുമായിരുന്നല്ലോ. എന്താ മുഖ്യമന്ത്രി പറയാത്തത്? എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. അദ്ദേഹം എന്താണ് പുഴുങ്ങിയ ചേമ്പ് വിഴുങ്ങിയ പോലെ ഇരിക്കല്ലേ? ഇതൊക്കെ ആരോടാണ് പറയുന്നത് മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല, ഈ ജയശങ്കർ ഇവിടെ എന്താ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? കേരളത്തിലെ പോലീസ് സേനയിൽ എത്രയോ ക്രിമിനലുകൾ ഉണ്ടെന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടുകൾ തന്നെ വെളിപ്പെടുത്തി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് പറയാൻ തനിക്ക് നാണമാവില്ലേ? നാണം ഉളുപ്പുണ്ട്. ഉളുപ്പ് അല്ല ഉളുപ്പ്. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ പോലീസ് സംവിധാനത്തെ അത് നമ്മുടെ സിസ്റ്റവുമായി ബന്ധപ്പെടുന്ന ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. മിസ്റ്റർ ജയശങ്കർ, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ടിട്ടില്ല. താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാവുന്നത്? നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാവുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കയറി സംസാരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മിനിമം ജനാധിപത്യ ബോധം വേണം. ചേട്ടൻ ചൂടാവാതെ. ഞാനിപ്പോ കയറി ഇടപെട്ടാണോ തെറ്റ്? ഇല്ല. ഇത്തരം ആളുകളെ ചർച്ചക്ക് കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഇങ്ങനെ വസ്തുതാവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി ഇങ്ങനെ ആവർത്തിക്കാനും, പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടി. ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന് പുറത്ത് ചില യുക്തികൾ ഉപയോഗിച്ച് വിഷയത്തെ ആകെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്ന ആളുകളുമായിട്ട് എന്ത് സംവാദമാണ്? ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുമല്ലോ. നീ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. കേരളം രൂപീകരിക്കപ്പെട്ടത് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആരോഗ്യ മേഖലയിലെ നേട്ടമെല്ലാം അത് ഞങ്ങൾ പലപ്പോഴും കാലാകാലങ്ങളായി മാറി വന്ന ഞാനെങ്ങനെ സംസാരിക്കും ഞാൻ തീരുമാനിക്കും. താങ്കൾ മിണ്ടാതിരിക്കുക. ഞാൻ തീരുമാനിക്കും. അല്ല ശ്രീജ,
തന്നെ കൂടെ തോറ്റുള്ളൂ. I also failed of you. എന്നെ ശാസിക്കണ്ട. ഞാൻ പറഞ്ഞത് താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട. താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട. താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ എങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇയാൾക്ക് കുറെ നേരമായല്ലോ കണക്കുണ എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. താങ്കൾ സംസാരിച്ച അതൊക്കെയാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. ഇത് വല്ല ഇടങ്ങേറായല്ല. അല്ല, അദ്ദേഹം കാണിച്ചോ ശ്രീജ? അദ്ദേഹം എന്തെങ്കിലും പ്രതിപക്ഷ ബഹുമാനം കാണിച്ചോ? ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആക്ഷേപിക്കണ്ട. തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. ഞാൻ കളിയാക്കണമോ ഞാൻ ആക്ഷേപിക്കണോ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. KT കുഞ്ഞിക്കണ്ണനല്ല ക്ലാസ് എടുക്കേണ്ടത്. ശരി, 2016 ശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടം എടുക്കുമ്പോൾ അത് മൊത്തം പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പോലീസിന്റെ വീഴ്ചകൾ വരുമ്പോൾ കാലാകാലങ്ങളായി മാറി വരുന്നതാണ് എന്ന് പറയുന്ന ആ അഭിപ്രായത്തിന്റെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾക്ക് പൊള്ളിയിട്ടുണ്ട് എങ്കിൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. താങ്കൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു വരുന്നതിനിടയിൽ എത്ര വലിയ അസംബന്ധമാണ് പറഞ്ഞത്. അഴീക്കോടൻ രാഘവന്റെ മരണത്തിന് കാരണക്കാരൻ കെ കരുണാകരനാണ് എന്നല്ലേ താങ്കൾ സ്ഥാപിച്ചത്? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അത്ര വലിയൊരു അസംബന്ധം പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പ്രതികരിച്ചോ? പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരൊറ്റ കോൺഗ്രസ്സുകാരനെങ്കിലും അഴീക്കോടൻ രാഘവനെ കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? അതായത് പ്രതി ചേർക്കപ്പെട്ട ഒരാളുണ്ടല്ലോ. തൃശൂർ ജില്ലയിലെ CPM-ന്റെ സമുന്നത നേതാവായിരുന്ന AV ആര്യൻ കരുണാകരന്റെ ആളാണോ? ഞാനാണോ? യു ആർ അണ്ടർ അറസ്റ്റ്. AV ആര്യൻ എങ്ങനെയാ പ്രതിപട്ടികയിലേക്ക് വന്നത്? എങ്ങനെയാ ആരോപണ വിധേയനായത്? അപ്പൊ അതിന്റെ ചരിത്രമൊന്നും അധികം പറയിക്കാതിരിക്കുന്നതായിരിക്കും ശ്രീ KT കുഞ്ഞിക്കണ്ണന് തന്നെ നല്ലത്. അന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ച EMS നമ്പൂതിരിപ്പാട് തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു നക്സലൈറ്റുകളാകാം അഴീക്കോടൻ രാഘവനെ കൊന്നതെന്ന്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനെ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? അഴീക്കോടൻ രാഘവനെ കൊന്നതിന്റെ ഗുണം അനുഭവിച്ചിട്ടുള്ള ആളുകളൊന്നും കോൺഗ്രസ്സുകാരല്ല. അതിന്റെ ഗുണം പറ്റിയ ആളുകളെല്ലാം മാർക്സിസ്റ്റുകാരാണ്, CPM-കാരാണ്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാൻ? ഒരു ചർച്ചയിൽ ജനാധിപത്യപരമായി അവസരമാണ് സമയം. എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഇയാൾ ഇടപെടുന്നതിന് അദ്ദേഹം അഭിപ്രായം പറയുന്നതിനിടയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇടപെട്ടിട്ടില്ല. പക്ഷെ ഞാൻ അഭിപ്രായം പറയുന്നതിനിടയിൽ അത്രയും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ചർച്ചാ മര്യാദയാണ്? അത് മോശമായി പോയി. അതിനുശേഷം അദ്ദേഹം എന്നെ ചർച്ചയുടെ മര്യാദയുടെ ക്ലാസ് എടുക്കുകയാണോ? ആ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. പൊതുമുതൽ ദൂർത്തടിക്കരുത്, ആർഭാടം കുറയ്ക്കണം, ലളിത ജീവിതം ഉയർന്ന ചിന്തയുമാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ, ഒരു കാലത്തും നടക്കത്തില്ല. ആ മന്ത്രിമാർക്ക് എസ്കോർട്ട് വേണ്ട, പൈലറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് മുഖ്യമന്ത്രിയെ കഴിഞ്ഞപ്പോൾ 35 വാഹനങ്ങളുടെ അകമ്പടിയിലാണ് അദ്ദേഹം. അമേരിക്കൻ അംബാസഡറൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് പോകുന്ന പോലെ ആംബുലൻസ് വരെ ഉണ്ട് പുള്ളിയുടെ വാഹന വ്യൂഹത്തിൽ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്ലിഫ് ഹൗസ് മൊഴി പിടിപ്പിക്കുന്നു, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് പിടിപ്പിക്കുന്നു, നമുക്കറിയാം അവന്റെയൊക്കെ കഥ. കാലിത്തൊഴുത്ത് നവീകരിക്കുന്നു, അവിടെ മ്യൂസിക് സിസ്റ്റം വെക്കാൻ ആലോചിക്കുന്നു. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. അങ്ങനെയൊക്കെ വലിയ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ലളിത ജീവിതത്തിന്റെ ഭാഗമാണോ? നമ്മളൊക്കെ മിൽമപ്പാൽ മേടിച്ച് ചായ തിളപ്പിച്ചു കുടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പശുത്തൊഴുത്തുണ്ടാക്കുന്നു, പിന്നെ പശുപാലകന്മാരെ നിയമിക്കുന്നു, അവർ കറക്കാൻ ആളെ വെക്കുന്നു, അത് ഉറവൊഴിക്കാൻ, തൈര് കടയാൻ, ഇതിനൊക്കെ സംവിധാനം ഉണ്ടാക്കുകയാണ്. നല്ല കാര്യമാണ്. പൊതു ഖജനാവിൽ നിന്നാണ് പൈസ ചിലവാക്കുന്നതല്ല. ഇവരുടെ പാർട്ടിക്കാർ ബക്കറ്റ് വീര് നടത്തുന്ന പൈസ ഉണ്ടല്ലോ. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.